ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഈ കുക്കുംബറിൻ്റെ കൃഷി. ഇതുപോലെയുള്ള കുക്കുംബർ കൃഷിയൊക്കെ ചെയ്ത് വൻ വിജയം കൈവരിച്ച ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇന്ന് നമ്മുടെ ടെറസിൽ കയറിയ സമയത്ത് പിന്നെ നല്ല ഭംഗിയുള്ള റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ, ഒരുപാട് റോസാപ്പൂക്കളാണ് ഇന്നും എൻ്റെ ടെറസിൽ വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലൊക്കെ ഇതിലും ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ വേറെ പരിപാടിയാണ് ചെയ്യുന്നത് കേട്ടോ, അത് ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള അടുക്കളയിൽ വേസ്റ്റൊക്കെ നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നോക്കൂ, കൈപ്പക്കയുടെ ആ ഒരു വിത്ത് കണ്ട, നമ്മൾ കറിക്ക് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള വിത്തുകളും അതുപോലെ കടയിൽ നിന്ന് കിട്ടുന്ന പല പല പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഇതുപോലെ കൊണ്ടുവന്ന് കൊട്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. അതിനുള്ള വളങ്ങളായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ചട്ടികളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു മാറ്റും. അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ടെറസിലേക്ക് കയറിയത്. അപ്പോൾ ഈ ഒരു കൈപ്പക്കേൻ്റെ വിത്ത് മുളപ്പിക്കാം, അത് നല്ല മൂത്ത കൈപ്പക്കയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വിത്ത് മുളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാനിതിൽ തക്കാളിയുടെ വേസ്റ്റ്, അത് നമ്മളെ മുന്നിലത്തെ കടയിൽ നിന്ന് കുറേ വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നലെ ഞാനിതിൽ കൊടുന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണ് കുറവാണ്, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുക്കും, പിന്നെ കരിയില ഇട്ട് കൊടുക്കും. അതൊക്കെ ഇട്ട് ലാസ്റ്റ് ഇച്ചിരി മണ്ണുണ്ടെങ്കിൽ, കുറച്ച് മണ്ണുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതേപോലൊക്കെ വിത്തുകൾ ചിലപ്പോൾ നല്ല വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുളച്ച് വരാറുണ്ട്. അപ്പോൾ ഇന്നിതാ കുറേ വാഴൻ്റെ ഇല ഉണ്ട് കേട്ടോ, നമ്മൾ അട ഉണ്ടാക്കിയതിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ വെറുതെ വേസ്റ്റ് നമ്മുടെ പരിസരത്തൊന്നും ഇട്ടിട്ട് വെറുതെ ഈച്ചയും പ്രാണിയും ഒന്നും വരണ്ടല്ലോ. ഇതേപോലെ ടെറസിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ, നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല വളമായി മാറും. അപ്പം ഞാനിത് ടയറിൽ മുളകാണ് കേട്ടോ നട്ടിട്ടുള്ളത്. പിന്നെ കൂർക്ക ഉണ്ടായിരുന്നപ്പോൾ കൂർക്കയും കൊടുന്നിട്ടിട്ട് അതും മുളച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കൂർക്കയുടെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ, കൂർക്ക എങ്ങനെയാണ് കൂടുതൽ സെറ്റാക്കി എടുക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെ. അപ്പം ഞാൻ ഇതിലൊരു വെള്ളരിക്കേൻ്റെ തൈയാണെന്ന് തോന്നുന്നു, അതേപോലെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് നോക്ക് കുക്കുംബറാണ് കേട്ടോ. 2 കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഇത് ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഇതേപോലെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഇതുവരെ കുക്കുംബർ കൃഷി ചെയ്തിട്ടില്ല. കുക്കുംബർ എൻ്റെ തോട്ടത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഒരെണ്ണം സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇത് മറ്റേ വെള്ളരിക്കേൻ്റെ തൈയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ ശ്രദ്ധിക്കാതെ ഇട്ടതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് പന്തലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇച്ചിരി അതിനൊക്കെ ഒന്ന് പടരാനുള്ള സൗകര്യമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പടരാൻ വേണ്ടിയിട്ട് ഞാനൊരു മറ്റേ ഒരു കമ്പി പോലത്തെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അഴൻ്റെ ഒരു കമ്പിയാണ് കേട്ടോ. അത് തുണികളൊക്കെ വിരിക്കില്ല, അതിൻ്റെ ഒരു കമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായി, സ്റ്റീലിൻ്റെ. അപ്പോൾ അതുപോലത്തെ തന്നെ വേറൊരു പീസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പടരാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നടലും കാര്യങ്ങളും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ നിർമ്മാണവും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇന്ന് വേറെ ജസ്റ്റ് നമ്മുടെ തോട്ടത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒട്ടും വിത്ത് മേടിച്ചിട്ടിട്ടുണ്ടായതല്ല, നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന്, നമ്മുടെ അപ്പുറത്തെ കടയിൽ നിന്ന് കുക്കുംബറിൻ്റെ ഒക്കെ ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുവരും. അതിലിഷ്ടംപോലെ കുക്കുംബർ ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ വിചാരം അതൊന്നും വിത്ത് മുളച്ച് വരില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കുക്കുംബറൊന്നും ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം, ഇനി കുക്കുംബറിൻ്റെ വിത്തൊക്കെ മേടിച്ചിട്ടൊന്ന് ഇട്ട് നോക്കിയാലോ, അപ്പോൾ നമുക്കും ഇതുപോലെ ഒന്ന് കൃഷി ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുക്കുംബറിൻ്റെ വിത്ത് എവിടെ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ മുളപ്പിച്ച് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള കുക്കുംബർ ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ടെറസിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ വഴുതനങ്ങ നമ്മൾ ഉണ്ടായിട്ട് അതൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഒരു ചെറിയൊരു വഴുതനം കൂടിയുള്ളൂ. അപ്പോൾ അതിനെ ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളില്ലേ വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ കായ പറിച്ചതിന് ശേഷം അല്ലാതെ ഒന്ന് കൊമ്പൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നന്നായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് പിന്നെയും നന്നായിട്ട് വഴുതനങ്ങ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മഴക്കാലം കൂടിയാണല്ലോ,
നന്നായി നല്ല പുതിയ ചെനപ്പുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വേറൊരു വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതും ഞാൻ വെട്ടിയെടുക്കട്ടെ. അപ്പോൾ അതിനെന്തോ ചെറിയൊരു വാട്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് 2 വഴുതനങ്ങ, 1 കുക്കുംബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ തോട്ടത്തിലുണ്ടാകുന്ന നോക്കാം. വഴുതനങ്ങ ഞാൻ ഒരിക്കൽ കുറച്ച് ഒരു 10 വഴുതനങ്ങയോളം ഇതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് ചെനപ്പൊക്കെ നന്നായിട്ട് കമ്പൊക്കെ വെട്ടി കൊടുക്കട്ടെ. ഫുള്ള് നമ്മുടെ കയ്യിൽ ഒരു 2 നല്ല വഴുതനങ്ങ ഉള്ളൂ, വേറെ കുറേ വഴുതനങ്ങ ഒന്നുമില്ല കേട്ടോ. ഇതിലും നന്നായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ ഒടുവിൽ അതാ നമ്മുടെ കാന്താരി ഇതുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളക് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കരിയിലയിലാണ് കേട്ടോ നമ്മുടെ ഈ കാന്താരി മുളക് പിടിപ്പിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മണ്ണില്ലാതെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകിൻ്റെ തൈയായിരുന്നു. അതൊട്ടും തന്നെ മണ്ണില്ലാതെയാണ് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു തരം കുരുട്ട് മുളകാണ്, നല്ല എരിവുള്ള മുളകാണ് ഇട്ടത്. ചെറിയ തൈയാണ്, അതിൻ്റെ മുകളിൽ ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു തൈൻ്റെ മുകളിലുള്ളോ 3 മുളക്. ഇനി വേറെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല വലിപ്പമൊന്നും വെക്കില്ല, ഇങ്ങനെ ചെറിയ മുളകായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ നമുക്കിനി വേപ്പൊന്ന് കട്ട് ചെയ്യണം. വേപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വേപ്പ് ഇതേപോലെയാണ് ഒരെണ്ണം പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ വേപ്പിൻ്റെ മുകളിൽ നിന്ന് കമ്പ് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 3 ബക്കറ്റിൽ വേപ്പ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരെണ്ണമാണ് ഏകദേശം 1 വർഷത്തോളം ആയി വയസ്സ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഞാനിങ്ങനെ കമ്പ് വെട്ടി എടുക്കും. പിന്നെ അത് പുതിയ ചെനപ്പുകൾ വരും, അങ്ങനെ കേട്ടോ. പിന്നെ നമ്മുടെ പയർ ഇവിടെ നമ്മൾ ഇത് കുറച്ചും കൂടി വലിപ്പം വെക്കുന്ന ടൈപ്പ് പയറാണ്. പക്ഷെ നമ്മൾ വലിപ്പം വെക്കാൻ വേണ്ടി കാത്തുക്കുമ്പത്തിനും അതിനെ കിളികൾ കൊത്തിക്കൊണ്ടുപോകും. ഇപ്പോൾ നല്ലോണം കിളിയോ തത്തയോ എന്തൊക്കെയോ വന്നിട്ട് കൊത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് എടുത്ത് തിന്നട്ടെ, നമുക്ക് ആവശ്യമുള്ളത് നമുക്കും കിട്ടും എന്നുള്ള ഒരു മട്ടിലാണ് ഞാനിപ്പോൾ പയറിനെ നോക്കി കാണുന്നത്. അതൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മണികളൊക്കെ കൊത്തിക്കൊണ്ടേയിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഞാൻ പയർ പറിക്കാൻ വേണ്ടിയിട്ട് കയറും കേട്ടോ. ഒരു പിടി പയറായിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ആണെങ്കിലും ചിലപ്പോൾ രാവിലെ കയറുന്നെച്ചെങ്കിലൊക്കെ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിടി പയറുണ്ടാവും. പക്ഷെ ഞാൻ കാണാതെ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പയർ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതാണ് ഈ കിളികൾ വന്നിട്ട് കൊത്തി തിന്നുന്നത്. അപ്പോൾ അവർ കൊത്തി തിന്നട്ടെ, അവർക്കും വേണ്ടേ ജീവിക്കാം. അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കയ്യിൽ 3 ടൈപ്പ് പയറാണുള്ളത്. ചുവപ്പ് പയറും പച്ചപ്പയറും പിന്നെ കുറച്ചും കൂടി നീളമുള്ള പച്ചപ്പയറുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി. ഒരു തണ്ട് പിന്നെ വേപ്പ്, പിന്നെ കുറച്ച് പയർ, പിന്നെ ഒരു കുക്കുംബർ, 2 ചെറിയ വഴുതനങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിൽ പിന്നെ വെള്ളരിക്കൊക്കെ നിൽക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പൊട്ടിക്കാൻ പോകണില്ല, അത് ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നല്ല പൂക്കളില്ലേ അതിനങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക എന്തിനാണ് ഇങ്ങനെ ഇത്രയും നല്ല പൂവ് ആ ചെടിയുടെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണമെന്ന്. എനിക്കിഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ചെടിയുടെ മുകളിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ പറിച്ചെടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ അതെൻ്റെ ഒരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അകത്തൊരു ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ പല ടൈപ്പ് റോസുകളും വിരിയണ കാരണം നമ്മളെല്ലാത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കും. ഈ റോസ് ഇതിൻ്റെ മുകളിൽ ചെടിയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ കമ്പ് വെട്ടി കൊടുക്കണം. അപ്പോൾ പിന്നെ ഇച്ചിരി കൂടി കമ്പ് നീട്ടി വെട്ടിയിട്ട് നമ്മൾ അകത്ത് ഫ്ലവർ വേസിൽ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയല്ലേ. ഇതേ നോക്കിക്കേ, മുല്ല നല്ല സൂപ്പറായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെനപ്പൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മുല്ലപ്പൂവും സെറ്റാവും. അതുപോലെ തന്നെ ഞാൻ മെലസ്റ്റോമ പൂവ് ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങാത്ത നല്ല അടിപൊളി പൂവ് നോക്കിയിട്ട് ഞാൻ മെലസ്റ്റോമ പൂവ് പറിച്ചെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആ പൂക്കളിടണ്ടേ, നമ്മുടെ ടീപ്പോയുടെ മുകളിൽ നമ്മളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ മുകളിലേക്ക് പൂക്കളത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നെ ആ ഒരു ചെറിയ പാത്രം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ.
ഞാൻ നമ്മുടെ ഈ ഒരു ബോഗൻവില്ല ഇല്ലേ, എല്ലാ ബോഗൻവില്ല ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇയാൾ ഒറ്റക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റേ അപ്പുറത്തുള്ള ബോഗൻവില്ലയിലൊന്നും അധികം പൂക്കളുണ്ടാവില്ല. ഇയാൾ പൂവുണ്ടായി നിൽക്കുന്ന സമയത്ത് ആ ആൾ മാത്രം ഇങ്ങനെ സൂപ്പറായിട്ടുണ്ടായി നിൽക്കും കേട്ടോ. പിന്നെ അത് നമ്മൾ സീസൺ കഴിയാനായി ബോഗൻവില്ലയുടെ. ഇപ്പോൾ അതിൻ്റെ താഴെ വെജിറ്റബിളിലൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഓരോന്നൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പഴയ ഫ്ലവർ വേസിലെ പഴയ പൂക്കളൊക്കെ എടുത്ത് മാറ്റാം. അതൊക്കെ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയി. അപ്പം ഞാനതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഇനി ഇതാ പുതിയതായിട്ട് നമ്മൾ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടുവന്ന് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. ഹോളിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ഇപ്പോൾ ടെറസിലല്ലേ നമ്മുടെ പൂക്കൃഷിയൊക്കെ. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും അകത്ത്, ഇപ്പോൾ ഉമ്മയൊക്കെ താഴെയാണല്ലോ, എപ്പോഴും ഒന്നും ഉമ്മ മേളിലേക്ക് കയറില്ല. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ കയറുള്ളൂ. എൻ്റെ പച്ചക്കറിയിൽ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മയോട് പറയും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉമ്മ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുന്നല്ലാണ്ട് എല്ലാ ദിവസവും ഉമ്മ കയറാറില്ല. അപ്പോൾ ഉമ്മക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കൊടുന്ന് വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ. അപ്പോൾ ഇത് വാടുമ്പോൾ അതിന് അടുത്ത പൂവ് വെട്ടി കൊടുന്നിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ നല്ലതാണ് കേട്ടോ. ഒരു ചെറിയൊരു സോഡാ കുപ്പിയിൽ ചെയ്ത് വെച്ച ഐഡിയയാണ്. പിന്നെ ഇതാ നമ്മുടെ അടുത്ത പൂക്കളം സെറ്റായിട്ടുണ്ട്. വെള്ളത്തിലുള്ള പൂക്കളം എന്നൊക്കെ അതിന് പേരിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് എന്തെങ്കിലും നല്ല ആർട്ടിഫിഷ്യലായിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ പറയണേ. ഇതുവരെ ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൽ പൂക്കളിങ്ങനെ ഇട്ടേക്കണതിൻ്റെ പേരെന്താണ് ഇതുവരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ കല്യാണം നടക്കാൻ പോവുകയാണ്, ചേച്ചിയുടെ മോൻ്റെ. അപ്പോൾ അവിടെ ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പ്രാർത്ഥനയിലാണ്. എന്നിട്ട് അവർ പള്ളിയിലേക്ക് പോവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല പൂക്കളും നല്ല പച്ചക്കറികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ടെറസിലെ അടിപൊളി വിളവെടുപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഹൈപ്പും ഒക്കെ തരണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നവരാണെങ്കിലും കമൻറ്റോ ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.